my dear brothers and sisters, on this joyous occasion, we all come together to celebrate two very special events. Father's Day and the 10th anniversary of our beloved parish. We also honor all fathers, both biological and spiritual, who have guided, nurtured and protected us with unwavering love and devotion. To all the fathers present here today, we express our deepest appreciation and love. This day is also monumental as we mark a decade of faith, community and service within our parish. 10 years of shared prayers, sacraments and moments of grace. 10 years of coming together as a family, supporting each other in times of joy and sorrow, and growing in our faith and love for God and one another. Here I especially remember George Kallampalli, who is the first mission director, and also Father James Nerappe, our founding vicar, and Father Sebi Chittilapalli and Father Joanna Cherundala. പ്രത്യേകമായ ആ സന്തോഷത്തിന്റെ ഈ നിമിഷത്തിലെ നമുക്ക് ഈ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ എത്തിയിരിക്കുന്ന അഭിമന്യ ജോയി ആലപ്പാട്ട് പിതാവാണ്. നമ്മുടെ ഇടവകയോട് വളരെയധികം സ്നേഹം കാണിക്കുന്ന അഭിമന്യ പിതാവ്, അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടുകൂടി പലപ്പോഴും നമ്മുടെ ഇടവക സന്ദർശിക്കുന്ന പിതാവാണ്. പിതാവിനെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവക സമൂഹത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ അങ്ങാടിത്തി പിതാവ് ഈ ദേവാലയം 10 വർഷങ്ങൾക്ക് മുമ്പ് ഉദാശ ചെയ്തു. അതുപോലെ തന്നെ പിതാവ് മെത്രാനായതിനു ശേഷം ഈ മിഷനിലെ സന്ദർശനം നടത്തിയിട്ടുള്ള പിതാവാണ്. പിതാവിനെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുള്ളൂ. അതുപോലെ ഇന്ന് നമ്മളുടെ ഈ കർമ്മങ്ങളുടെ എല്ലാം ഒരു പ്രധാന അതിഥി എന്ന് പറയുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ മാർ ടോണി നീലങ്കാവൽ പിതാവാണ്. പിതാവിനെയും പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ മെൽവിനച്ചൻ, അതുപോലെ തന്നെ ബെന്നിയച്ചൻ, ജെയ്സ്മോനച്ചൻ, മറ്റേ പല അച്ഛന്മാരും വരുന്ന ഞായറാഴ്ചയാണ്, പലർക്കും ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ മറ്റെല്ലാവരെയും ഇടവ സമൂഹത്തെ മുഴുവൻ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.
സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തിരുക്കന്മാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രഹസ്യങ്ങൾ വത്സാന്മാരുടെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിലൂടെ തുടരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ കാരുണ്യപരമായി യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യം സ്തുത്യർഹൻ. ജനരാശികളുടെ മധ്യേ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിനു മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുവാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒളിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ സ്വഭാവത്തിനും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരൻ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 40-ാം അധ്യായം 17 മുതൽ 33 വരെയുള്ള വാചകം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. 2-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരം ഉയർത്തി അതിൻ്റെ പാദകുടങ്ങൾ ഉറപ്പിച്ചു, പലകകൾ പിടിപ്പിച്ചു, അടിവുകൾ നിരത്തി, തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിൻ്റെ വിധാനം ഒരുക്കി, വിരികൾ നിരത്തി. അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വെച്ചു, തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു. പേടകത്തിന് മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷിപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരശ്ശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിൻ്റെ വടക്കുവശത്തായി യവനകയ്ക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിൻ്റെ തെക്കുവശത്ത് വിളക്കുകൾ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിൻ്റെ മുൻപിൽ വിളക്കുകൾ വെച്ചു. സമാഗമ കൂടാരത്തിൽ തിരശ്ശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിൻ്റെ വാതിൽക്കൽ തിരശ്ശീല തൂക്കിയിട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ദഹനബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ ക്ഷാളനപാത്രം വെച്ച് അതിൽ ക്ഷാളനത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഈ വെള്ളം കൊണ്ട് മോശയും അഹ്റോനും അഹ്റോന്റെ പുത്രന്മാരും
കൈകാലുകൾ കഴുകി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തെ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ക്ഷാളന കർമ്മം അനുഷ്ഠിച്ചു പോന്നു. അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി. അങ്കണ കവാടത്തിൽ യവനകയിട്ട് അങ്ങനെ മോശ ജോലി ചെയ്തു. എൻ്റെ സഹോദരി, ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1 മുതൽ 7 വരെ വാക്യങ്ങൾ. ഊസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഭോഷനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാകുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത് തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാടുന്നു ദിവ്യാത്മാവിൻ ഗിരികളാ, ഹല്ലേലൂയ ഗിരികളാ. കർത്താവിൻ തിരുദിവസത്തിൽ വിമലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. നിത്യപിതാവിൻ സുതനും റൂഹായും സ്തുതിയുണ്ടാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. 1 Corinthians chapter 3 verses 5 to 17. May Christ bless you. What is Apollos? After all, what is Paul? Ministers through whom you became believers, just as the Lord assigned each one. I planted, Apollos watered, but God caused the growth. Therefore, neither the one who plants nor the one who waters is anything, but only God who causes the growth. The one who plants and the one who waters are equal, and each one will receive wages in proportions to his labor. For we are God's co-workers. You are God's field, God's building. According to the grace of God given to me, like a wise master builder, I laid a foundation and another is building upon it. But each one must be careful how he builds upon it. For one can lay a foundation upon foundation other than the one that is there, namely Jesus Christ. If anyone builds on his foundation with gold, silver, precious stones, wood, hay, or straw, the work of each will come to light, for the day will disclose it. It will be revealed with the fire, and fire itself will test the quality of each one's work. If the work stands that someone built upon the foundation, that person will receive a wage. But if someone's work is burned up, that one will suffer loss. The person will be saved, but only as through fire. Do you not know that you are the temple of God, and the Spirit of God dwells in you? If anyone destroys God's temple, God will destroy that person. For the temple of God, which you are, is holy. The word of the Lord. Praise be to Christ our Lord. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ്, വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന എല്ലാവരുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയും. അതിനാൽ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എന്നിട്ടും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അവ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ
മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. അങ്ങനെ ഈശോ ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനക്കൂട്ടം അവന്റെ പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു. എന്നാൽ അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് ഈശോ പഠിപ്പിച്ചത്. അഭിയന്യ ടോണി നിലങ്കാവിൽ പിതാവ് ഇപ്പം നമ്മോട് സംസാരിക്കുന്നതാണ്. അഭിവന്യ ജോയ് പിതാവേ, ജേക്കബ് പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട വികാരിച്ചൻ വിൽസൺ അച്ഛ, പ്രിയ അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, this is the day the Lord has given. Let us rejoice. The words of the psalmist very well echoes today in and around this church. You all look very jovial and joyful and very, eagerly waiting for the celebrations afterwards, and also now we are taking part in the biggest celebration of the day. This is the day the Lord has given. Sunday is the day of the Lord. Today is also the day, the Father's Day, and therefore again it's a day of the Lord. And today, most importantly, as a community, we celebrate the 10th anniversary, decennial celebration. So first of all, I would like to congratulate our parish priest, and also starting from Bishop Jacob, because he is the one who consecrated this church, and Bishop Joy, who is, they say, practically here once in a week or once in 2 weeks. And from his words I understood that he very much loves your parish. And Father Vincent, who is so enthusiastic and already reserved my date way before I started planning my journey to the US. And congratulations to the families and children. ഇന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, ഇന്നത്തെ ലേഖനം എപ്പിസിൽ റീഡിംഗ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതെല്ലാം ഈ ദിവസത്തിൻ്റെ സന്തോഷം പങ്കിടുന്നതാണ്. The gospel we read, it's not enough that you simply praise God with your words. Kartave, Kartave. What is more important is that you do the will of the Father in heaven. So Father's Day reminds us that today is, first of all, the day of our Father in heaven, and we celebrate and we do the will of the Father. We praise God our Father, whose providence brought us together in this church 10 years ago, and who invites us every day, every Sunday, to do His will through the Gospel, through the Holy Eucharist, by coming and abiding in us through the Holy Communion. God invites us always to do His will. And so this Father's Day, we praise God our Father. And Father, Father, in the traditional Christian or even traditional Jewish families, Father is the address of the son. In Kerala, if you send a letter to, say, Tony, then it should be like this: Tony Joseph, son of Joseph, Neelankavil house, Truchur. So what does it mean?
my father is my address. I am known after my father. In the Old Testament, we know the people of Israel were a nomadic people. They were moving from one village to the other, from one place to the other. Wherever they were mostly shepherds. So wherever there is green pastures, they go there and settle there. After some time they will be. So you couldn't say, okay, you belong to Baltimore, no, because they will be moving next week to Virginia, because that's where the green pastures are. See, they were nomadic people. They had no permanent address. And finally they ended up in the slavery in Egypt. And what happened? You know, God liberated them from Egypt. And when they came out to the wilderness, God entered a covenant with his people on Mount Sinai. And there God said, I will be your God and you will be my people. For the first time, the Jewish community got an identity, an address. They are the children of God, people of God, and God is their Father. In the Old Testament, we see in several occasions God is addressed as Father. For example, Genesis chapter 32, we find God is addressed as Father. And in what sense? God is their Father because God gave them an identity. God gave them an address. And we here in Baltimore, that's how I should pronounce, right? Baltimore. I speak Indian English, so I don't know whether you follow my English. So in Baltimore, God gave you an address. God gave you an identity as His people in this church, in this community. God brought us together as a community, and now we are known as the Syro-Malabar community of Baltimore. And we are specially chosen people of God. God has chosen us and laid a foundation stone here in Baltimore, in this church. Now in today's epistle you read Saint Paul speaks to the community of Corinth. And the context is very disturbing because the faithful in Corinth were fighting among themselves. Some saying that they are the disciples of Paul, others said they are disciples of Apollos, and they were fighting among themselves. And then St. Paul said, and that's what we read in the epistle, I planted, Apollos watered, but ultimately it's God the Father who helps us to grow, who is behind our growth. It's God's providence that helps us to grow. Now in this parish, in the introduction, we heard from Father Wilson that this community was planted by Father George, but as a parish it was again planted by Father James Mirapel, and then it was watered by Father Sebi and Father Jonas. Now it is being watered by our great Father Wilson. But ultimately we are thanking the Lord God who is providing everything for us, who helps us to grow as a community of faithful.
And another symbolism which we saw in the gospel as well as in the epistle is that we are in fact built up as a house of God. We are being built, not yet complete. That's what the epistle says. But the foundation is very important. Gospel says we should be founded on rock. And rock is a symbolism of faith in the Bible. Rock-like fidelity, that's what Old Testament speaks about. Rock-like. God is our rock whom we can really depend on. So rock is a symbolism of faith. And we depend on God who is our rock, and we depend, again, our faith is like rock. We cannot change. And that is rock. And so therefore we are called to build this community on faith. And our faith, goes back to St. Thomas the Apostle and still back to Jesus Christ, who is the cornerstone. That's what the epistle says in 1 Corinthians. Jesus Christ is the cornerstone. The cornerstone is already laid, and we are built in Ephesians chapter 2 verse 19 and on. You will read that we are built on the foundation of the apostles and prophets. So cornerstone is Jesus Christ, and attached to that the foundation is laid. And what is the foundation built on? Apostles and prophets. And the apostle who is foundation to our faith is Apostle Thomas, one of the 12 apostles. And the prophets, all the great ancestors we had, who in spite of all the storm and rain and waves, stood firm in their faith. And continue building up this house of God for the last almost 2,000 years. We have a history of 2,000 years, and thus we contribute to the history of the Catholic Church in United States of America. United States Catholic history of Catholic Church in America. How long does it take? Maybe 4 centuries, 5 centuries? I don't know. But it's not 5 centuries. Now with your arrival, the history of the story of Catholic Church in United States of America has the history of 2,000 years. Because you contribute, by your presence in the United States, we have, given another 15,000 years of history to the Catholic Church in United States. We have a very strong foundation. Be proud of your foundation. Be proud of your diocese, the local church where we are. Now, another very important thing what the epistle told us, the foundation is strong, but reflect on how you build on this foundation. And that's this house of God is built by our own life. Each brick is I and you and each one of us. We are the bricks with which this house is built, not the brick which you find here, with which this physical building is built, but we are built as a community of God, as a house of God by our own lives, our own faith life.
and careful with which are you going to build. You can be very superfluous in your faith. It will be like straw, the dry straw or wood or whatever. But Apostle Paul says that we try to build with more precious bricks, maybe of gold or diamond. And verse 16 says, I think verse 16, that finally at the end of the day, whatever you build will be tested by fire. So suppose you built this house with straw. What will happen if there is a spark of fire, comes to falls on that house of straw? It will be ashes in few minutes. Suppose you built on gold. What will happen to the gold in fire? All those good golden ornaments worn by our ladies here, they have gone through a fire. Gold gets purified in fire and becomes more shiny. The original raw gold is not that shiny. What shines is when it goes through fire and gets purified. So we are called to build our house of God with the core values of our faith, which can withstand fire, storm, whatever, and which shines. The more you face with challenges in life, the more you are tested, the more you shine before the world. The parallel text of what we read in Matthew chapter 7, in you have a similar text actually in Matthew 5:14. There Jesus says, "You are the light of the world, and you are built on mountain, a hill, which nobody can hide." If you are built on faith, which shines like anything, it cannot be hidden. You are in the school, your friends will certainly recognize that you are children of faith. And your parents in their workplace, they will be shining in their faith, even if they don't want. And there Jesus says, obey the commandments, obey the words, will of the Father in heaven, then you will be shining. In John chapter 8, Jesus says that I am the light of the world. That's what he first said. Because Jesus is someone who fulfilled the will of the Father. Then Jesus says, you are the light of the world. When do we become the light of the world? Like Jesus, if we fulfill the will of the Father, if we fulfill His words which we listen from the Gospel, if you live a life of faith, then you are the light of the world. And as community of Baltimore, we are invited to be the light of America, light of Baltimore, by your life of faith. And I'm sure you have long way to go, several miles to go, because 10 years is a very, very small period for a parish. Even for us human beings, 10 years, you are still a child, an infant. Not an infant. For a parish, it's an infancy stage.
still an infancy stage. So we begin to walk, and we walk in faith, and I'm sure I have great hope in the youngsters sitting in front of me, because you are going to take up this faith to the coming generations. We won't be there when you celebrate the centenary of this parish, but you will be remembered as people who really you handed over the torch of faith to the new generation. Can I believe that? Yeah? Can I hope? Yes, I think you will be remembered. Oh, these are our youngsters who were, some of you perhaps were baptized here in this parish in the first year, will be later on the trustees of this parish, the lay leaders of this community, the priests of this community like Father Melvin, sisters, maybe like that sister sitting there, like you will be the community, you will be handing over the faith. We need to learn a lot from Europe and other places where when they failed to hand over faith to the next generation, the church got stuck. The Catholic Church became a dwindling population and very much paralyzed. So it's very important that we don't break this chain of 2000 years. We hand over our faith. Your parents did that. Your parents, in spite of all the challenges, had a very strong foundation of faith built on rock. Even when they arrived in the United States of America, they could have simply forgotten their faith, but they didn't do that. They handed over their faith, the faith of their forefathers, which they received through the father of faith, Apostle Thomas, and handed over to you. And we are given the mandate to hand over this faith to next generation. To witness this faith today, don't wait for the tomorrow. We begin witnessing to this faith today itself by our life of faith, which is going to shine and shine in Baltimore until the end of America, until the end of the world. Maybe you will come one day as missionaries to India from America. Even that can happen. Now Father Wilson is a missionary coming from India to America, but later on you will come to our dioceses as missionaries. Who knows? So with all these wonderful dreams, I wish you once again a wonderful feast day, Jubilee wishes, and my prayers to each and every one of you. Congratulations. God bless you.
ദൈവത്തിന് സ്തുതി. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശിപ്പോലും എന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നമ്മോട് കൂടെ. Almighty and loving God, we stand before you with grateful hearts as we celebrate the 10th anniversary of our parish. We thank you for allowing this parish to be the spiritual home to so many faithful over the past 10 years. We remember with grateful hearts the love and sacrifice of those who come before us, especially our founding vicar and founding members. We thank you for all the dedicated priests, sisters, and faithful who have been an integral part of our parish for the past several years. Heavenly Father, we remember your mercy and faithfulness towards us throughout these past 10 years. As we gather to give thanks for your blessings, we pray that you keep each of us and this parish united in the bond of your love. Give us the grace to bring the joy-filled gospel of Christ to all people, so that they may come to believe in the truth of Jesus Christ, his teachings and his church, and thereby become faithful disciples of our Lord. Through the intercession of Mary, our mother, and your patroness in Alfonso, we seek your continued grace on our parish and on its members. We pray this through Jesus Christ, your Son, who lives and reigns with you and the Holy Spirit, God, forever and ever. Amen. Heavenly Father, you have chosen our parish as a place where we encounter your love for us. Here your word is proclaimed, the Eucharist is celebrated, and your people are united as a family of believers. We thank you for the abundant blessings you have showered upon our parish, and pray that we may continue to serve you in faithfulness and love. കർത്താവിൻ സ്തുതി പാടിടുവിൻ, ദ്രോവിൽ സേനകളെ വാഴ്ത്തിനെ വാഴ്ത്തി വണങ്ങിടുവിൻ. ദൈവിക മഹിമ ധരിച്ചവരാ നീതിയെഴുന്നോർ മഹിമയുടെ
ദൈവത്തിൻ തിരുഭവനത്തിൽ നിതരാസ്തുതികൾ പാടട്ടെ. സ്തുതിയെന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. നമ്മുടെ ഇടവകയുടെ 10ാം വർഷത്തിന്റെ പ്രാർത്ഥന നമുക്ക് അങ്ങയുടെ ഭൗതിക ശരീരമായ തിരുസഭയുടെ പ്രാദേശിക ഘടകമായ ഞങ്ങളുടെ സെന്റ് ഫോൺസ് ഇടവകയെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഇടവക സ്ഥാപിതമായതിന്റെ 10ാം വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ ആത്മീയരായ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും യുവതിയുവാക്കളെയും കുട്ടികളെയും ഈ ഇടവകയിൽ ദിവ്യ ശുശ്രൂഷകൾ ചെയ്യുന്നവരെയും എല്ലാ ഉപകാരികളെയും നന്ദിയോടെ അനുസ്മരിക്കുകയും അവരെ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവായ ഈശോയെ, ഈ ഇടവകയെ ഓരോ കുടുംബവും ദൈവത്തിന്റെ ആലയമായി തീരുവാനും കൃപ നൽകണമേ. ഭാര്യാഭർത്താക്കന്മാർ നിർമ്മല ഹൃദയത്തോടെ ജീവിത വിശുദ്ധിയിൽ ജീവിക്കുവാനും കുഞ്ഞുങ്ങളും യുവതിയുവാക്കളും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് നന്മയുടെ വഴിയിലൂടെ വളരുവാനും ഉചിതമായ ജീവിതാന്തസ് യഥാസമയം തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. പ്രായമായവരും രോഗികളുമായ ഞങ്ങളുടെ രോഗാംഗങ്ങൾക്ക് അങ്ങയുടെ തിരുഹൃദയത്തിനടുത്ത സ്നേഹവും സന്തോഷവും സമാശ്വാസവും പ്രദാനം ചെയ്യണമേ. അങ്ങനെ അവർ ശക്തിയും ആരോഗ്യവും ദീർഘായുസ്സും പ്രാപിക്കട്ടെ. മരിച്ചുപോയ ഞങ്ങളുടെ രോഗാംഗങ്ങൾക്ക് സ്വർഗസൗഭാഗ്യം ലഭിക്കുകയും അവരുടെ മാധ്യസ്ഥം ഈ ഇടവക കൂട്ടായ്മയ്ക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യട്ടെ. ഒടുവിൽ ഞങ്ങളേവരും അങ്ങയോടൊത്ത് സ്വർഗസൗഭാഗ്യത്തിന് അർഹരാകുകയും ചെയ്യട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ വാർഷികാഘോഷ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മ നിറവാൻ പ്രാർത്ഥനയോടും സന്തോഷത്തോടും കൂടെ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി നടത്തുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക സ്നേഹനാഥേ. കേൾക്കണേ രോദനങ്ങൾ നിൻ ദിവ്യ സൂര്യങ്ങൾ. ചേർക്കണേ മക്കളെ നീ നിത്യസഹായനാഥേ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ.